പ്രസ് മീറ്റ് ആക്കി ഇത് ഭയങ്കര സീരിയസ് ആക്കി അടിക്കണം. ഞാൻ പുറത്തു നിന്നിട്ട് ആ കാര്യം പറഞ്ഞ് അങ്ങ് പോവാന്ന് വെച്ചിട്ട് വന്നതാണ്. അതായത് ഇപ്പൊ എന്നെ ഞാൻ ഒരു കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂ വേണ്ടി ഉണ്ടായിരുന്നു. ഇന്ത്യൻ എക്സ്പ്രസിന് കൊടുത്തൊരു ഇന്റർവ്യൂ ആയിരുന്നു. അവിടെ വന്ന എന്റെ പരാമർശങ്ങൾ വെച്ചിട്ടാണ് ഇപ്പം ലിജോ ഒരു പോസ്റ്റ് ഇട്ടിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾക്ക് ഉണ്ടായ മനോവിഷമത്തിൽ ലിജോ പോസ്റ്റ് ഇട്ടു. ഞാൻ 5 ലക്ഷം രൂപയുടെ വാങ്ങിയതിന്റെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്ന് ഞാൻ അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തല്ല, എന്റെ മനോവിഷമം എന്താണെന്നുള്ളത് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദം എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിന്റെ ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടി മാത്രം പറയുന്നതാണ്. ചുരുളി എന്നുള്ളൊരു സിനിമയ്ക്കെതിരെയോ ചുരുളിയിലെ കഥാപാത്രത്തിനെതിരെയോ ഒന്നും ഞാൻ എതിരല്ല. കാരണം എന്നെ സംബന്ധിച്ച് എന്റെ ഒരു കൾട്ട് ക്യാരക്ടർ തന്നെയാണ് ചുരുളി എന്നുള്ള സിനിമയിലെ അഭിനയം. ഇത് വേറൊരു ടെക്സ്റ്റിൽ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഞാൻ ആ സിനിമയിൽ അഭിനയിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോസഫ് പൊറിഞ്ചു എന്നുള്ള സിനിമകൾ കഴിഞ്ഞിട്ട് എനിക്ക് അന്ന് കിട്ടിയ എന്റെ ഏറ്റവും വലിയ ഇതായിരുന്നു, ബ്രേക്കായിരുന്നു ജോസഫും ആ പടങ്ങളൊക്കെ. അപ്പൊ ഒരുപാട് അവസരങ്ങളുള്ള ഒരു സമയത്ത് എനിക്ക് എന്റെ ആഗ്രഹമാണ് ആ സിനിമയിൽ അഭിനയിക്കണം എന്നുള്ളത്, ലിജോന്റെ കൂടെ വർക്ക് ചെയ്യണം എന്നുള്ളത്. അതൊരു സൗഹൃദം, അവരൊക്കെ ആയിട്ടുള്ള സൗഹൃദം തന്നെയാണ് ആ സിനിമയിൽ എത്തിച്ചിട്ടുള്ളത്. ആ സൗഹൃദത്തിന്റെ പുറത്താണ് ആ സിനിമ ചെയ്തത്. ആ സിനിമ ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലായ, എന്നോട് കിട്ടിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ആ സിനിമ ഒരു ഫെസ്റ്റിവലിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു സിനിമയാണ്. പക്ഷെ പ്രത്യേകിച്ച് അന്ന് തെറിയുള്ളൊരു സിനിമ ഫുൾ ഉപയോഗിച്ചുകൊണ്ട് തിയേറ്ററിൽ റിലീസ് ചെയ്യുന്നു, OTTയിൽ റിലീസ് ചെയ്യുന്നു, അങ്ങനെയുള്ള ഒരു കാര്യത്തെ കുറിച്ച് ഡിസ്കഷനേ ഇല്ല. അപ്പം അത് ഫെസ്റ്റിവലിന് അയക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളതാണ് സംഭവിച്ചത്. അതുകൊണ്ടാണ് അത്ര ഫ്രീഡത്തിൽ ഞാൻ തെറി പറയുന്ന ഒരാളാണ്. തെറി പൊതുസമൂഹത്തിലുള്ള കാര്യമാണ്. ഇതെല്ലാവരും ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ പേരുള്ള വിഷയങ്ങളൊന്നുമല്ല ഇവിടെ നടന്നത്. ഞാൻ കാര്യത്തിലോട്ട് വരാം. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അന്ന് ഫെസ്റ്റിവലിന് വേണ്ടി ഷൂട്ട് ചെയ്തൊരു സിനിമ, പിന്നീട് അത് വന്നത് ഞാൻ തിയേറ്ററിൽ നിന്നാണ് പറഞ്ഞത്. ഞാൻ ഉദ്ദേശിച്ചത് വെച്ചാൽ പൊതുസമൂഹത്തിന്റെ ഉള്ളിലാണ്, OTTയിലാണ് വന്നത്. അത് രണ്ടും സെയിം ഇമ്പാക്ട് തന്നെയാണ് ഉണ്ടാക്കിയത്. തെറിയുള്ള വേർഷനാണ് വന്നത്. IFFK നിങ്ങൾ സിനിമ കണ്ടവര്, ചുരുളി കണ്ടവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. തെറി ഇല്ലാത്തൊരു വേർഷനാണ് IFFK നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട്, ലിജോ എന്നെ കൊണ്ട് ഡബ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് തെറി ഇല്ലാത്ത ഒരു വേർഷൻ ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. പക്ഷെ IFFK എന്നിട്ട് ഫെസ്റ്റിവലിനൊന്നും ആ വേർഷൻ, തെറിയുള്ള വേർഷൻ പോലും IFFK വന്നില്ല. പിന്നീട് പൈസ കൂടുതൽ കിട്ടിക്കഴിഞ്ഞപ്പോ ഇവരത് OTTയിൽ വിട്ടു, തെറിയുള്ള വേർഷൻ. അത് എന്റെ ജീവിതത്തിലെ ഏറ്റവും കഠിനമായ ഒരു സമയത്താണ് ആ സിനിമ ഇറങ്ങുന്നത്. കാരണം ഞാൻ ഒരു റോഡ് ബ്ലോക്കുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം ഉണ്ടായിട്ട് ആകെ തവിട് പൊടിയായി ഞാൻ രക്ഷപ്പെട്ട് വരുന്ന സമയത്ത്, അതായത് ഒരു മാസം കഴിഞ്ഞ് അതൊന്ന് ഉറങ്ങുന്ന സമയത്ത്, തീരുന്ന സമയത്ത് ആ സിനിമ മാർക്കറ്റ് ചെയ്യപ്പെടുന്നത് എന്റെ തെറി വെച്ചിട്ടാണ്. പിറ്റേ ദിവസം രാവിലെ മുതൽ എന്റെ തെറിയായിരുന്നു ഫുൾ ഇത് വന്നത്. ഇതൊക്കെ അങ്ങനെ നടന്നു. ആ സിനിമ റിലീസ് ആയതെല്ലാം പോയി. ആ സിനിമ വിറ്റ് കഴിഞ്ഞപ്പം ഞാൻ ഇവരുടെ ബന്ധപ്പെട്ട ആളുകളെ ഞാൻ വിളിച്ചിരുന്നു. എന്റെ സാലറിയുടെ കാര്യം ഞാൻ ചോദിച്ചിരുന്നു എന്നുള്ള സത്യമാണ്. അത് എന്റെ ഒരു കാരണം എന്താ വെച്ചാൽ ആ തെറി പറഞ്ഞതിന് ശേഷം എനിക്കൊരു കേസ് വന്നു. ഇന്ന് ലിജോ പോസ്റ്റ് ഇട്ടു. ഈ നിമിഷം വരെ എന്നെ, അതിന് തൊട്ട് മുമ്പ് ഒരാൾ പോലും എന്നെ വിളിച്ചിട്ട് എനിക്കുണ്ടായ വിഷയങ്ങൾ എന്താണ് എന്നുള്ളത് ചോദിച്ചിട്ടില്ല. പിന്നെ ഞാൻ കഴിഞ്ഞ ഇന്റർവ്യൂവിൽ ഇത്രയും വർഷത്തിന് ശേഷം അത് എന്തുകൊണ്ട് പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എന്റെ മക്കൾ പുതിയ സ്കൂളിലോട്ട് മാറി. അപ്പം സ്കൂളിൽ ചെല്ലുമ്പോൾ ആദ്യം എന്റെ മോളോട് സംസാരിച്ച ഒരു കുട്ടി സംസാരിച്ച ആദ്യത്തെ കാര്യം ട്രോള് കാണിച്ചു കൊടുത്തിട്ട് ഞാൻ പറയുന്നത് തെറിയാണ്. എന്റെ മോൾ എന്നോട് വന്ന് പറഞ്ഞൊരു കാര്യമാണ്, അപ്പൊ ആ സിനിമയിൽ അഭിനയിക്കരുതായിരുന്നു. അത് ആ കുട്ടിയുടെ അഭിപ്രായമാണ്. കാരണം എന്താ വെച്ചാൽ ഇത് ഇങ്ങനെ വരുമെന്ന് ഇപ്പോഴും ഞാൻ പറയുന്നത്, ഞാനിത് ഇങ്ങനെ ഒരു റിലീസ് ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു, ഞാൻ ചെയ്യില്ലായിരുന്നു. അത് അങ്ങനെയാണെന്ന് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ചെയ്തത്. പിന്നെ അത് പറഞ്ഞതിൽ എനിക്ക് റിഗ്രറ്റ് ഒന്നുമില്ല. ഞാൻ അഭിനയിച്ച ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. ആ സിനിമയോ ലിജോ എന്ന കലാകാരനെയോ ഇത് സൗഹൃദത്തിന്റെ മേലെ ഉണ്ടായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഞാൻ 5 ലക്ഷം രൂപയ്ക്ക് ആ സിനിമയിൽ അഭിനയിച്ച് തീർത്തോളാം എന്ന് പറഞ്ഞൊരു എഗ്രിമെന്റ് ഉണ്ടാവണമല്ലോ അവർക്ക് എല്ലാവരുടെ കയ്യിൽ. തീർച്ചയായിട്ടും ഈ തുണ്ട് കടലാസിന്റെ ഒപ്പം ആ എഗ്രിമെന്റ് കൂടി പുറത്തുവിടണം. കാരണം ഞാൻ അദ്ദേഹത്തിന് ഈ സിനിമ ഈ പൈസക്ക് അഭിനയിച്ചു കൊടുത്തോളാമെന്നും അതായിരുന്നു എന്റെ ശമ്പളമെന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പുറത്തുവിടണം. ഞാൻ വീണ്ടും നാറണം. പക്ഷെ ഇതല്ല. അതുപോലെ തന്നെ കുറച്ച് ദിവസങ്ങളായിട്ട് എന്റെ പേരിൽ ഒരു ട്രോൾ ഇറങ്ങി നടക്കുന്നുണ്ട്. എന്നെ ആരും പ്രശംസിക്കുന്നില്ല, എനിക്കാരും കൈയടിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ ആ ഇന്റർവ്യൂ പറഞ്ഞത് പരസ്പരം കൺഗ്രാജുലേറ്റ് ചെയ്യുന്ന ഒരു വർക്ക് സ്പേസിനെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചത്. എന്നെ 20 വർഷം ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് നടന്ന സമയത്തൊന്നും ഒരാൾ മോട്ടിവേറ്റ് ചെയ്തിട്ടോ മോട്ടിവേഷൻ ക്ലാസ്സിന് പോയിട്ടോ ഒന്നുമല്ല. എനിക്ക് പരാതി പറയാൻ പോലും ഒരാളുണ്ടായിട്ടില്ല.
അപ്പൊ ഞാൻ എന്റെ ജീവിതം അങ്ങനെയാണ് കൊണ്ടുപോയിട്ടുള്ളത്, ഒരു സർവൈവൽ പോലെയാണ് കൊണ്ടുപോയിട്ടുള്ളത്. കാര്യങ്ങൾ ഇങ്ങനെ എപ്പോഴും പൊരുതലാണ് എന്റെ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ, എപ്പോഴും പൊരുതുക കയറി വരിക എന്നുള്ളത്. ഇതാണ് എനിക്ക് പറയാനുള്ള മെയിൻ കാര്യം. അതില് സാമ്പത്തികത്തിന്റെ കാര്യം ഇതൊന്നുമല്ല. ആ സമയത്ത് ഞാൻ ആ പൈസക്കാണോ അല്ലെങ്കിൽ അതായിരുന്നു എന്റെ എഗ്രിമെന്റ് പുറത്തു വിടണം. തീർച്ചയായിട്ടും ഈ തുണ്ടുകടലാസ് അല്ല വരേണ്ടത്. ഞാൻ 5 ലക്ഷം രൂപയ്ക്ക് ലിജോന്റെ സിനിമ 3 ദിവസം എന്നൊക്കെ പറയാൻ കേൾക്കുന്നു. ഞാൻ ആ പൈസക്കാണ് അഭിനയിക്കാൻ തീരുമാനിച്ചെന്നുള്ള എഗ്രിമെന്റ് ഉണ്ടാവല്ലോ. തീർച്ചയായിട്ടും അതും കൂടി വിട്ട് ഞാൻ കുറച്ചും കൂടി നാട്ടിക്കാം തന്നെ. അതല്ലാതെ വേറെ കാര്യങ്ങളൊന്നുമില്ല ഇതില്. ഏത് അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഇത് പൂർണ്ണമായിട്ടും ഫെസ്റ്റിവൽ എന്നുള്ള ഒരു കാര്യത്തിന് വേണ്ടിയാണ് ആ സിനിമ എന്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ ആരും അന്ന് ധൈര്യപ്പെടുക പോലുമില്ല. പക്ഷെ ആ ഒരു ലിജോന്റെ തോട്ടും ആ സിനിമയുടെ സ്ക്രിപ്റ്റ് വായിച്ചപ്പോണ്ടായിരുന്ന എക്സൈറ്റ്മെന്റ് ഒക്കെ തന്നെയാണ് ആ സിനിമയിലോട്ട് വന്നത്. പക്ഷെ അത് പോകുന്നത് എങ്ങോട്ടാ? ഒരു ഫെസ്റ്റിവലിലോട്ടാണ്. ബാക്കി നമുക്ക് വേറൊരു ഫോം ഉണ്ട്. നിങ്ങൾ IFFK അവരത് പ്രദർശിപ്പിച്ചില്ല. അവരത് പ്രദർശിപ്പിച്ചിരുന്നെങ്കിൽ ഇതൊന്നുമില്ല കാര്യം. ഞാൻ ഇതിനെ കുറിച്ച് സംസാരിക്കാൻ പോലും വരില്ല. IFFK തെറി ഇല്ലാത്ത വേർഷൻ പ്രദർശിപ്പിച്ചു. അതിനുശേഷം തെറി ഉള്ളത് പുറത്തു വന്നു. അപ്പൊ ഇത് ഞാൻ ഇതിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ സഫർ ചെയ്ത ഒരാളാണ് ഞാൻ. എന്നെ വിളിച്ചിട്ട് എടാ ഓക്കെ അല്ലേ എന്നൊരു വാക്ക് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സംസാരമില്ല. ഇത് പൈസയുടെ ഒരു പ്രശ്നമായിട്ടോ കാര്യമല്ല. പൈസ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, ഈ 2 പടം ചെയ്തിട്ട് എനിക്ക് അത്രയും ഓഫറും പൈസയും കിട്ടുന്ന ഒരു സമയത്ത് ഞാൻ ഈ സിനിമ ചെയ്ത് എന്തായിരിക്കും? എന്റെ സൗഹൃദം, എന്റെ സിനിമ എന്ന് പറഞ്ഞ സൗഹൃദമല്ലേ. അങ്ങനെ ഒരു സിനിമ ഉണ്ടാവുന്നു, ഭയങ്കര ഒരു ക്യാരക്ടർ ചെയ്യുന്നു, ഭയങ്കര ഫ്രീ ആയിട്ട് ഇങ്ങനെ എനിക്കിങ്ങനെ ഞാൻ അങ്ങനെ അഭിനയിക്കാൻ പറ്റിയാൽ എനിക്കിതൊരു വേറൊരു കാര്യമാണ്. പക്ഷെ ഇത് എഫക്റ്റ് ആവുന്നതെന്ന് വെച്ചാൽ എന്റെ ഭീകരമായിട്ട്. കാരണം ആ കോൺഗ്രസിന്റെ ഒരു വിഷയം കഴിഞ്ഞതിന് ശേഷം ഈ തെറിയുടെ ഒരു വിഷയം വന്നു. അതൊരു മാസം ഞാൻ അനുഭവിച്ചത് എന്താണെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ. പക്ഷെ ഇതിലൊന്നും അറിയാത്ത ഇപ്പം എന്റെ ഫാമിലി ഭയങ്കരമായിട്ട് ഇപ്പൊ പിള്ളേര് വലുതായി കഴിഞ്ഞപ്പോ ഈ കാര്യം പറയാം. കാരണം ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ഞാനിപ്പോ അടുത്തൊരു ട്രോള് കണ്ടതാ, വയനാട്ടിൽ കടുവ ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് ന്യൂസ് വന്നിട്ട് കടുവേനെ നോക്കുമ്പോൾ കടുവ എന്റെ തെറിയ പറയുന്നത്. മറ്റവിടെ ആന ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് ആന ഇങ്ങനെ നോക്കുന്ന ഒരു സ്റ്റില്ലിട്ടിട്ട് ആനയുടെ അടുത്ത് എന്താ ചോദിച്ചിട്ട് എന്റെ ഡയലോഗാണ് വരുന്നത്. അതങ്ങനെ വന്നുകൊണ്ടിരിക്കും. പക്ഷെ ഇത് എന്നെ എഫക്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിത് കാണുന്നത് ഞാൻ വേറെ കാഴ്ചപ്പാടില്ല. ഇത് എന്റെ ഫാമിലിയെ എഫക്ട് ചെയ്തപ്പോ എന്റെ മോള് പറഞ്ഞപ്പോ എനിക്ക് എഫക്ട് ചെയ്തു. അത് ട്രിഗർ ചെയ്തതിന്റെ പിന്നാലെ ഈ ഒരു ഇന്റർവ്യൂ വന്നു കഴിഞ്ഞപ്പോ ഞാൻ അതിലിരുന്നിട്ട് അതങ്ങ് പറഞ്ഞുപോയി. ഞാനത് പറഞ്ഞു. അല്ലെങ്കിൽ ആ മാറ്റർ ഇപ്പോഴും എന്റെ ഉള്ളിൽ, ഞാനത് എത്രയോ പേരോട് സംസാരിച്ചിട്ടുള്ളത്. ഞാൻ ഈ സാമ്പത്തിക കാര്യം ഇവരുടെ എല്ലാവരുടെ അടുത്ത് ഞാൻ ചോദിച്ചിട്ടുള്ളത് എപ്പോ ഈ സിനിമ വിറ്റ് ഭീകരമായ ലാഭം വന്നതിന് ശേഷം മാത്രം. അതിനു മുമ്പേ സംസാരമില്ല. ഇതൊരു ഫെസ്റ്റിവൽ പടമാണ്, ടോക്കില്ല. പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, തുറന്നു പറച്ചിലാണ് ഇതിന് വിവാദങ്ങൾക്ക് കൂടുതൽ കാരണം വിശ്വസിക്കുന്നുണ്ടോ? എപ്പോഴും ഇങ്ങനെ എല്ലാതും ഓപ്പണായി സംസാരിക്കുന്നു. അല്ല, എന്റെ പറച്ചിൽ തുറന്നു പറച്ചിൽ എന്നുള്ളതല്ല, എന്റെ പറച്ചില് എനിക്ക് എന്റെ പണിയാവാറുണ്ട്. കാരണം വെച്ചാല് ഞാൻ കമൽ സാർ എന്നെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ള ഒരു ന്യൂസ് ഹൈപ്പായി കഴിഞ്ഞപ്പോ ഞാൻ ആദ്യം ആലോചിച്ചത് അത് അങ്ങനെ ഒരു ഭയങ്കര ന്യൂസാവെന്ന് പ്രതീക്ഷിച്ചിട്ടല്ല ഞാൻ ആ ഫംഗ്ഷന് പോകുന്നത്. എന്നെ കുറിച്ച് അങ്ങനെ പറയുമെന്ന് അറിയില്ല. അത് ഹൈപ്പായപ്പോ ഞാൻ ആദ്യം ചിന്തിച്ചത് ദൈവമേ ഇതിന് ഒരു ഡൗൺ ഉണ്ടല്ലോ, അത് ഏത് വഴിക്കാ വരണേന്ന് ആലോചിച്ചതാണ്. അപ്പൊ അത് വന്നു. കാരണം ഈ ഇന്റർവ്യൂ കഴിഞ്ഞപ്പോ തന്നെ പറഞ്ഞു എന്നെ ആരും പ്രശംസിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ കരയുന്ന പോലെ പറഞ്ഞു. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. എന്നെ ആരും പ്രശംസിച്ചത് കൊണ്ടോ എന്നെ പറഞ്ഞുകൊണ്ടല്ല ഞാൻ ഇവിടം വരെ എത്തിയത്. ഞാൻ പറഞ്ഞത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇവിടെ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മികച്ച സിനിമ ചെയ്തിട്ടുള്ള ആട്ടം എന്ന് പറഞ്ഞിട്ട് ആ ഡയറക്ടർ എത്ര പേര് സെലിബ്രേറ്റ് ചെയ്തു. ആ സിനിമയിൽ അഭിനയിച്ച ഫീമെയിൽ ആയിട്ട് ക്യാരക്ടർ അഭിനയിച്ച ഒരു കുട്ടിയുണ്ട്. ഞാൻ കണ്ട ബ്രില്യന്റ് ആയിട്ടുള്ള പെർഫോമൻസ്. ആ കുട്ടീനെ എത്ര പേര് സെലിബ്രേറ്റ് ചെയ്തു. അല്ലെങ്കിൽ കിഷ്കിന്ദാന്ത് പോലത്തെ ഒരു ഡയറക്ടർ എത്ര പേര് ചെയ്തു. പോട്ടെ, നായാട്ടെന്നുള്ള ഡയറക്ടർ ചെയ്തിട്ടുള്ള മാർട്ടിൻ പ്രക്കാട്ട് എത്രമാത്രം സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടു. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുറെ പേരുണ്ട്. അവരെ എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു കൾച്ചർ വേണമെന്നുള്ളൊരു നല്ല ലെവലിൽ മാത്രമാണ് ഞാൻ അത് ഉദ്ദേശിച്ചത്. അത് എന്നെ കുറിച്ച് ആ കോൺവെർസേഷൻ തിരിച്ചു വരുന്നത് എന്നെ ആരും അഭിനന്ദിച്ചില്ല, എന്നോട് ആരും കരഞ്ഞില്ല, എന്നോട് പറഞ്ഞില്ല, എന്നോട് പറയാറില്ല എന്നുള്ളൊരു സത്യാവസ്ഥ. അത് ഞാൻ കോമൺ ആയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പം അത് തെറ്റിദ്ധരിച്ചിട്ട് വേറെ രീതിയിലാണ് വരുന്നത്. മൊത്തം ചളാവാണ് സംഭവം. നിങ്ങൾ ഇത്രയും വർഷത്തിനിടയിൽ ഒരാളോ നിങ്ങളൊന്ന് ചോദിച്ചു നോക്കിയാൽ ഞാൻ ഒരു മിനിറ്റ്, എനിക്ക് എന്ത് പ്രോത്സാഹനവും എന്ത് കാര്യം കിട്ടിയിട്ടായിരിക്കും ഞാൻ തോൽവിയിൽ നിന്ന് എന്റെ ജീവിതത്തിൽ എനിക്ക് സക്സസ് കിട്ടുന്ന സിനിമകൾ അഭിനയിച്ചത്. എന്റെ തിരിച്ചറിവ് കൊണ്ടാണ്. പക്ഷെ അതല്ലാത്തൊരു കൾച്ചർ വരണം എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. ഈ ഭാഷയെ കുറിച്ചൊക്കെ നല്ല അറിവുള്ള ഒരാളാണ് അതായത് എനിക്ക് നന്നായിട്ട് തെറി പറയാൻ പറയുന്ന ആളാണെന്നുള്ളൂ, അതല്ല ഉദ്ദേശിച്ചത്. തീർച്ചയായിട്ടും അത് ഞാൻ സമ്മതിക്കുന്നു.
എനിക്ക് തെറി അറിയാത്ത നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൽ തെറി അറിയത്തിലുണ്ടെങ്കിൽ ഒന്ന് പറയണം. ഇതിൽ ആർക്കെങ്കിലും അത് ചോദ്യത്തിന്റെ ആവശ്യം തന്നെയില്ല. എനിക്ക് തെറി അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാൽ മതി എന്റെ അടുത്ത്. പക്ഷെ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ജോജുവിനെ ആരും തെറ്റിദ്ധരിപ്പിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ഈ ഭാഷയെ കുറിച്ച് നല്ല ബോധ്യമുണ്ട്. അല്ല അവര് ഞാൻ പറയട്ടെ, ഇത് വളരെ ക്ലിയർ അല്ലേ. ആ തുണ്ടുപേപ്പർ അല്ലാതെ ഒരു എഗ്രിമെന്റ് ഉണ്ടാവില്ലേ ഈ സിനിമയില് ഇത്ര പൈസക്ക് അഭിനയിച്ചത്, ആ എഗ്രിമെന്റല്ലേ അവർ പുറത്തു വിടേണ്ടത്. ഏതാ എനിക്ക് ഏതാ അല്ല അത് എന്താണെന്നറിയോ, ഞാൻ അതിനെക്കുറിച്ച് സ്ട്രെസ് ചെയ്ത് ഇത് ഞാൻ ലിജോന്റെ ശത്രുവോ ലിജോനായിട്ടുള്ള ഒരു വാഗ്വാദത്തിന് വിജയിക്കാനോ വേണ്ടി പറയുന്ന ആളല്ല. ഞാനിതിപ്പോ എന്റെ നിലനിൽപ്പിന് വേണ്ടി വന്ന് പറയണത് ഒരു ഗതികേടാ, മനസ്സിലായോ. ഞാൻ ഇപ്പൊ ഞാനിപ്പോ അത് ലക്ഷങ്ങളുടെ കണക്കും കോടികളുടെ കണക്കും ഒന്നും അല്ല ഇവിടെ പറയേണ്ട ഒരു കാര്യമല്ല. കാരണം അത് പൊതുസമൂഹത്തിൽ വരുമ്പോൾ അത് വലിയൊരു സംസാരമാണ്. പൈസയുടെ ഒരു അളവ് 5 ലക്ഷം രൂപ എന്ന് പറയുന്ന ഒരു എമൗണ്ട് എനിക്ക് കിട്ടിയ എമൗണ്ടാണത്. അതെനിക്ക് കിട്ടിയ എമൗണ്ട് അല്ലല്ല. ഞാൻ പറഞ്ഞ അതാണ് എന്റെ എമൗണ്ട് എന്നുണ്ടെങ്കിൽ അതൊന്ന് ഞാൻ ജോസഫ് പൊറിഞ്ചു എന്നുള്ള 2 സിനിമയ്ക്ക് ശേഷമാണ് ഈ സിനിമ വരുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അങ്ങനെ ഒരു സമയത്ത് ഞാൻ എങ്ങനെയായിരിക്കും എന്തായിരിക്കും ഞാൻ പറയേണ്ട കാര്യമില്ല. ഇനി ഇതാണ് ഇപ്പൊ ഞാൻ അങ്ങനെ അവർക്ക് ഇതാണ് എന്റെ സാലറി എന്ന് പറഞ്ഞ് എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ട് ഞാൻ ഇത് പറഞ്ഞാൽ ഭയങ്കര ചരിത്രമാണ്. ഞാൻ പൈസയൊക്കെ വാങ്ങിയിട്ട് ഞാൻ എനിക്ക് പൈസ കിട്ടിയില്ലെന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്തത് ഭയങ്കര മോശം കാര്യമാണത്. അപ്പൊ തീർച്ചയായിട്ടും അതിനെ സംബന്ധിച്ചൊരു എഗ്രിമെന്റ് ഉണ്ടാവുമല്ലോ. ഏതാ അത് ഓഫ് കോഴ്സ് നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ മതി. നിങ്ങൾക്ക് ഊഹിച്ചു നോക്കിയാലോ. ഞാൻ പറയുന്നതല്ല, ഞാൻ പൈസയല്ല എന്റെ ഒരു വിഷയം. ഞാൻ ആ ഇന്റർവ്യൂവിൽ പറഞ്ഞു വന്നു വെച്ചാല് എനിക്ക് ഇത് ഉണ്ടാക്കിയ ഒരു ഡാമേജ് പേഴ്സണൽ ലൈഫിൽ എനിക്ക് ഉണ്ടായിട്ടുള്ള ഡാമേജ് ചില്ലറയല്ല. ഞാൻ പ്രതിഫലത്തിന്റെ പേരിലുള്ള ഒരു പ്രശ്നമായിട്ട് ദയവ് ചെയ്ത് ഇത് മാറരുത്. കാരണം എന്താ വെച്ചാല് ഏതാ ഞാൻ വായിച്ചു. കുറിപ്പിൽ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട് ഈ ഭാഷ ആരും തെറ്റിദ്ധരിപ്പിച്ച് പറഞ്ഞതല്ല, ഇത് ആ ഭാഷ ഉള്ളതാണ്, ആ കഥയിലുള്ളതാണ് എന്നാണ് പുള്ളി കൃത്യമായിട്ട് പറഞ്ഞു. അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞ പോയിന്റ് നിങ്ങൾ കേട്ടില്ല. അപ്പോ ഞാൻ പറഞ്ഞ പോയിന്റ് ഞാൻ ആ സിനിമയിൽ അഭിനയിക്കുന്നത് അതൊരു ഫെസ്റ്റിവൽ സിനിമയാണെന്ന് പറഞ്ഞതിന്റെ പേരിലും അത് ഫെസ്റ്റിവലിന് വരും എന്ന് പറഞ്ഞതിന്റെ പേരിലുമാണ് ഞാൻ ആ സിനിമയിൽ തെറി പറഞ്ഞത്. എന്റെ കാര്യം ഞാൻ പറഞ്ഞത്. സിനിമ ഫെസ്റ്റിവലിൽ വന്നില്ല, തെറിയില്ലാത്ത വേഷമാണ് വന്നതെന്ന് പറഞ്ഞു. തിയേറ്ററിൽ തെറിയുള്ള വേഷം ഇറങ്ങുകയും ചെയ്തു. ആ സമയത്ത് ഇതിങ്ങനെ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിരുന്നു. പിന്നെ അതല്ലാണ്ട് ഞാനിപ്പോ വന്നിട്ട് ഈ കാര്യം പറയേണ്ട കാര്യമല്ലോ. ഇത് ഇപ്പൊ ഞാൻ പറയാനുള്ള ഒരേ ഒരു കാര്യം, എന്റെ വീട്ടിലുണ്ടായ ഒരു ചെറിയ ഇതുമായി ബന്ധപ്പെട്ട ഒരു സങ്കടകരമായ ഒരു കാര്യം എന്റെ മോളിൽ നിന്ന് കേട്ടതിന്റെ ബേസിലാണ് ഞാൻ ആ ഇന്റർവ്യൂവിൽ അത് വായിൽ വന്നത്. അല്ലെങ്കിൽ ഞാനിത് മിണ്ടേയില്ല. ഇതൊക്കെ കഴിഞ്ഞ കാലം കുറെ കാലം മുമ്പുള്ള കേസല്ലേ, ഇത് വിട്ടതാ. പക്ഷെ അന്ന് സംഭവിച്ചതിന്റെ കാര്യം 100% എനിക്ക് മനസ്സിലായ കാര്യം അത് ഫെസ്റ്റിവലിലോട്ടും വേറൊരു വേർഷൻ ഉണ്ട്. ഇല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടാണ് അവര് പറഞ്ഞാലും ഞാൻ ഫെസ്റ്റിവലിൽ നിങ്ങൾ കണ്ടു നോക്കൂ. IFKയിൽ പ്രദർശിപ്പിച്ചിട്ടുള്ളത് പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറിയില്ലാത്തൊരു വേർഷനാണ്. ആരും ഒരു റിപ്ലൈ തന്നില്ല. എനിക്കൊരു റിപ്ലൈ കിട്ടിയിരുന്നെങ്കിൽ ഈ സംസാരം ഇല്ല. അത് അന്നേ തീർന്നു പോകരുത്. എന്നെ ഒരാള് ലിജോ പോലും എന്നെ കേസ് വന്നപ്പോ പോലും എന്നെ ഒരാളും വിളിച്ചില്ല. ഞാൻ പറയുന്നു, ഞാൻ ലിജോ എന്ന് പറഞ്ഞ ഒരു ഡയറക്ടറുടെ ഫാനാണ്. ഞാൻ അദ്ദേഹത്തിന്റെ ഡയറക്ടർ എന്നുള്ള ആ റെസ്പെക്ട് കൊടുക്കുന്ന ആളാണ്. എനിക്ക് ഇങ്ങനത്തെ ഒരു അവസരം വന്നത് വളരെ മോശം ചിന്തിക്കുന്ന ആളാണ്. ലിജോനെതിരെ എന്നുള്ളതല്ല, ഈ ഒരു കാര്യം ലിജോ ഇട്ടതുകൊണ്ട് ഞാൻ മറുപടി പറയേണ്ട ഒരു കാര്യം. എന്നെ വിളിച്ചിട്ടില്ല, ആരും വിളിച്ചിട്ടില്ല. ജോയിച്ചേട്ടാ ഇപ്പോഴാണല്ലോ ഇതിന്റെ ഒരു പ്രതികരണം തന്നെ നടക്കുന്നുണ്ട്. അത് നേരത്തെ ജോയിച്ചേട്ടൻ പറഞ്ഞില്ല, പല പ്രാവശ്യം ജോയിച്ചേട്ടൻ വിളിച്ചു എന്ന് പറഞ്ഞു. അപ്പോഴും ഇവരൊന്നും പറയില്ല. ഇന്ന് ലിജോ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടപ്പോഴാണ് ഇങ്ങനെ ഒരു പ്രതികരണമായിട്ട് വന്നത്. ഒരു ഇന്റർവ്യൂല് അവസരത്താൽ പറഞ്ഞു എന്ന് പറയാം. ലിജോ ഇന്നൊരു പോസ്റ്റ് ഇട്ടു, പൈസയുടെ കണക്കാണ് അതിനകത്തോട് മറ്റേ സൈൻ ചോദിച്ച ആ സാധനങ്ങളാണ് പറഞ്ഞത്. ഇതിനു മുമ്പ് ഈ ഷൂട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം അപ്പോഴും ജോയിച്ചേട്ടനെ തെറ്റിദ്ധരിപ്പിക്കാണ്. ഫെസ്റ്റിവലിൽ മാത്രമാണ് ഇവര് നിരന്തരം പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു ജോയിച്ചേട്ടൻ അല്ലേ? ഇല്ല, നിരന്തരം തന്നെ പറയണത്. എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ എന്നോട് പറയണം, നമ്മൾ ഇങ്ങനെ ഒരു പരിപാടി ചെയ്യുന്നു, ഇതാണ് എന്റെ പ്ലാൻ എന്ന് ഒരു തവണ പറഞ്ഞ പോരെ. നിരന്തരം പറയേണ്ട കാര്യമുണ്ടോ? അങ്ങനെ പറഞ്ഞു ആ സിനിമ ചെയ്യുന്നു. ഞാൻ ഇതിന് പിന്നെ ഡബ് ചെയ്തത് വേറൊരു വേർഷൻ. നിങ്ങൾ IFKയിൽ കണ്ടിട്ടുള്ള വേർഷൻ വേറെയാണ് അല്ലേ? അത് ഇറങ്ങിയത് അവിടെ ശരിക്കും ഫെസ്റ്റിവലിന് അതാ തെറിയുള്ള വേർഷനാണ് വരേണ്ടത്. വന്നില്ല. എന്തുകൊണ്ട് വന്നില്ല? അതിനുശേഷം അത് വേറെ പൈസ അത് ലാഭമാവുന്നു. അപ്പോഴാണ് ഞാൻ ചോദിച്ചത് എന്റെ കാര്യം എവിടെയാന്നുള്ളത്. അപ്പൊ അങ്ങനെ എല്ലാവരും ഞാനാണ് സഫർ ചെയ്യുന്നത് അതിന്റെ പേരിൽ. കാരണം വെച്ചാൽ ഞാൻ സഫർ ചെയ്തത് എവിടെയെന്ന് വെച്ചാൽ എന്റെ പേരിൽ അന്നൊരു വിഷയം ഉണ്ടായിരുന്നത് കൊണ്ട് ഇത് ആ സമയത്ത് തെറി വന്നപ്പോൾ അത് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്തു കാര്യങ്ങള്. അപ്പം അതാണ്. ഇതൊരിക്കലും ദയവ് ഇതൊരു ഇൻഡസ്ട്രിയുടെ പ്രശ്നമല്ല. ഇത് എന്റെ പേഴ്സണൽ ക്ലാരിറ്റിക്ക് വേണ്ടി മാത്രം ഞാൻ വന്ന് പറഞ്ഞതാണ്. കാരണം ഞാൻ ഒരാളുടെ അടുത്ത് പൈസ വാങ്ങിച്ചിട്ട് പൈസ തന്നില്ല എന്നൊക്കെ പറയാന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. അതല്ലല്ലോ.
അതെനിക്കറിയില്ല, ലിജോന്റെ വിഷമം അതായിരിക്കും. പക്ഷെ എനിക്കുണ്ടായ വിഷമം എന്താണെന്ന് ഇതുവരെ ഒരാളും ചോദിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ വൈകാരികമായ ഒരു പ്രശ്നം വന്നെന്ന് പറയുന്നു. ഇനി ഇത്തരത്തിലൊരു പ്രോജക്റ്റോ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു സിനിമ പ്രൊമോട്ട് ചെയ്യണത് അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഈ സിനിമ ഇപ്പോഴും പറയുന്നു. ഇപ്പൊ എന്നോട് ഒരാള് ചുരുളിയുടെ സംസാരം, പ്രാഥമിക സംസാരത്തിൽ ഇതൊരു ഫെസ്റ്റിവൽ അല്ല, നമ്മളിത് ഇങ്ങനെ ഇറക്കാൻ പോകുമ്പോൾ ഞാൻ ചെയ്യില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ ചില വേഷങ്ങൾ ചെയ്യില്ല എന്ന് തീരുമാനിച്ചു, അഭിനയിക്കില്ല എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പം കുട്ടികളോട് മോശമായിട്ട് പെരുമാറുന്ന ഒരു ക്യാരക്ടർ ഞാൻ അഭിനയിക്കില്ല. കാരണം വെച്ചാൽ എന്റെ മൈൻഡ് അതിന് പ്രിപ്പയർ അല്ല. ചേട്ടനോട് ഒരു കാര്യം കാരണം ഇപ്പം സഹിനോട് തന്നെ ചോദിച്ചു, പൊതുസമൂഹത്തിൽ നിങ്ങൾക്ക് അറിയാത്തതാണ്, നമുക്കറിയാവുന്നത് മറ്റുള്ളവരുടെ നേരെ ഉപയോഗിക്കാതിരിക്കാൻ ഒരു മര്യാദ പൊതുസമൂഹം കാണിക്കുന്നത്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് ഇതിന് ഇത്രയധികം വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുള്ളത്. അത് ജോയിച്ചേട്ടനെ അറിയാം, ഞാൻ പറയാൻ തന്നെ ജോയിച്ചേട്ടന്റെ അല്ല, ഞാൻ പറഞ്ഞത് ഇപ്പം എന്നെ ആ സിനിമ കണ്ടിട്ട് ആ ക്യാരക്ടർ ഇഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട്. എനിക്കും ആ ക്യാരക്ടർ ഇഷ്ടമാണ്, ആ വർക്ക് എനിക്ക് ഇഷ്ടമാണ്, ആ സിനിമ എനിക്ക് ഇഷ്ടമാണ്. ഇത് യാതൊരു തർക്കമില്ല. പക്ഷെ ഇതിന്റെ ഇടയിൽ നടന്നിട്ടുള്ള ആ സിനിമയോടുള്ളതല്ല, ഇത് പേഴ്സണലി ഒരു സൗഹൃദത്തിന്റെ ഇടയിൽ ഉണ്ടായിട്ടുള്ള ഒരു കാര്യം കൊണ്ട് മാത്രം സംഭവിച്ചിട്ടുള്ളതാണ്. അത് ലിജോ എന്ന് പറഞ്ഞ ഡയറക്ടറുടെ കൂടെ വർക്ക് ചെയ്യാനുള്ള ഒരു ആരാധനയും അതുപോലെ തന്നെ ആ സിനിമയുടെ സ്ക്രിപ്റ്റ് ഹരീഷ് വായിച്ചു കേൾക്കുമ്പോൾ എനിക്ക് തോന്നിയൊരു എക്സൈറ്റ്മെന്റും ഉണ്ട് വായിച്ചപ്പോൾ. അതറിഞ്ഞിട്ട് തന്നെയാണ് ഞാനത് അഭിനയിച്ചിട്ടുള്ളത്. പക്ഷെ അവിടെ നടന്നൊരു കാര്യം, അത് ഫെസ്റ്റിവലിൽ വരുന്നു എന്ന് ഏതാ ഉറപ്പായിട്ടും ചെയ്യില്ലായിരുന്നു. കാരണം എന്താ വെച്ചാല് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ തെറിയെ ഇഷ്ടപ്പെടാത്തതുകൊണ്ടോ അല്ലെങ്കിൽ അതൊന്നുമല്ല വിഷയം. എനിക്ക് ഇപ്പം എന്റെ സ്വഭാവമല്ലല്ലോ എന്റെ വീട്ടുകാര്, എന്റെ കുടുംബം, ഞാൻ അങ്ങനെ ജീവിക്കുന്ന ഒരാളാണ്. സൊസൈറ്റി അറ്റ്ലീസ്റ്റ് എന്റെ വീട്ടിലെങ്കിലും എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കണ്ടേ. അപ്പൊ അത് അവരെ എഫക്ട് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു കാര്യം വന്നുകൊണ്ടാണ് ഞാനിത് അന്നത്തെ ഇന്റർവ്യൂവിൽ അത് അഡ്രസ് ചെയ്ത് പോയത്. അത് ഭയങ്കരമായിട്ട് ഞാൻ ചെയ്തു എന്നുള്ള ലെവലില് വന്നു. പക്ഷെ അത് ഒരു കൂട്ടം ആളുകൾ അത് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ എന്ന് വെച്ചാലേ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ജീവിക്കുന്ന എന്റെ ഒരു സാഹചര്യത്തില് ഇപ്പൊ എന്ത് പൊളിറ്റിക്സ് ഞാൻ പറഞ്ഞാലും എനിക്കിതൊക്കെ അഭിനയിക്കുന്നതോ അല്ലെങ്കിൽ ഇങ്ങനെ അഭിനയിക്കുമ്പോൾ നമ്മൾ അതിന്റെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് അഭിനയിക്കാൻ നോക്കുക എന്നുള്ളൊരു കാര്യമാണ്. അപ്പൊ എന്നോട് എത്ര പേര് പറഞ്ഞിരിക്കുന്നു, നല്ല അസലായിട്ട് തെറി വിളിച്ചിട്ടുണ്ടെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്, കോംപ്ലിമെന്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നോട് അതിലേറെ ഒരുപാട് പേര് അത് ചെയ്തതായിരുന്നു പലരും പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഞാൻ ഇതിനു മുമ്പ് ഒരു സ്ഥലത്തും ഒരു ഇന്റർവ്യൂവിൽ പോലും പറഞ്ഞിട്ടില്ല. ഇത് ഈ കഴിഞ്ഞ ഇന്റർവ്യൂവിൽ എന്റെ മോൾ ഇങ്ങനെ പറഞ്ഞത്, എനിക്കത് കൊണ്ടതുകൊണ്ട് മാത്രം ആ ഇന്റർവ്യൂ പോയപ്പോൾ ഞാനത് ഓർത്തു, ഞാൻ അവിടെ അത് പറഞ്ഞതാണ്. പക്ഷെ അത് പൈസ എന്റെ സാലറിന്റെ ഇപ്പൊ പോസ്റ്റ് ഇട്ടു, തീർച്ചയായിട്ടും ആ എഗ്രിമെന്റ് പുറത്തു വിടണം. കാരണം ഞാൻ അതിന് സമ്മതിച്ചു എന്ന് പറയുന്നത്. ഏതാ ഞാൻ പറയുന്നത്, നമ്മള് ഇപ്പൊ സിനിമ ചെയ്യുന്നത് ചിന്തിച്ചു ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? റെക്കോർഡായി കഴിഞ്ഞിട്ട് എന്ത് പറഞ്ഞ് മാറ്റി കഴിഞ്ഞാൽ എനിക്ക് എന്താ വോയിസ് ഉള്ളത്? ഞാൻ ഒന്നും ചോദിച്ചിട്ടില്ല. ഞാൻ ഇവരുടെ അടുത്ത് വിറ്റതിന് ശേഷം, ഇത് ഭയങ്കര ലാഭമായതിനു ശേഷം മാത്രമാണ് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഒരാളുടെ പേര് പോലും ഞാൻ ഇതിലേക്ക് വലിച്ചേച്ച് കൊണ്ടുവരുന്നില്ല. ലിജോന്റെ പേര് പറഞ്ഞത് ലിജോ പേഴ്സണലി ഇട്ടുകൊണ്ട് മാത്രമാണ്, അതല്ലാതെ എനിക്കിതില്ല. പിന്നെ എന്റെ സിനിമ പണി എന്നുള്ളൊരു സിനിമ കണ്ടിട്ട് എന്നോട് പോലും ചോദിക്കാതെ ഒരു ഗംഭീരമായ പോസ്റ്റ് ഇട്ടിട്ട് എന്നെ പ്രോത്സാഹിപ്പിച്ച ആളാണ് ലിജോ. ഞാൻ താങ്ക്ഫുള്ളാണ്. ഞാനിതൊരു വാഗ്വാദത്തിന് ഒരു പ്രശ്നം ഉണ്ടാക്കാനോ വേണ്ടി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അല്ല ഇത് വിഷയമായി. ഇപ്പൊ എന്റെ മുഖം രക്ഷിക്കണമല്ലോ, ഞാൻ അതിനാണ് സമ്മതിച്ചതെന്നുണ്ടെങ്കിൽ ആ എഗ്രിമെന്റ് പുറത്തു വിടണം. വീണ്ടും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുടെ സങ്കടം മാറ്റണം. ഞാൻ വീണ്ടും അത് ചമ്മണ കേസാണല്ലോ, അതാണെന്നുണ്ടെങ്കിൽ അതാണ് അതിന്റെ ഇതെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ, അത് ചെയ്യണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതല്ലാതെ അത് എഗ്രിമെന്റ് അധികം പുറത്തു വിട്ടിട്ട് നിങ്ങൾ വായിക്കുക. ഞാനിത് കൂടുതൽ തലത്തിലോട്ട് പോകുന്നില്ല, ഞാനൊരു ക്ലാരിഫിക്കേഷൻ. കാരണം വെച്ചാല് ഞാൻ പറഞ്ഞതല്ല, എനിക്ക് ഒരാളോട് സൗഹൃദം തോന്നിയിട്ടുണ്ടെങ്കിൽ അത് സൗഹൃദമാണ്. അതൊരു തൽക്കാല ആശ്വാസത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒരിക്കലും ലിജോന്റെ അടുത്ത് എനിക്കൊരു വേഷം കിട്ടാൻ വേണ്ടിയിട്ട് ലിജോന്റെ അടുത്ത് ചിരിച്ചടിച്ച ഒരാളല്ല, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആരുടെ അടുത്തും. അപ്പൊ എനിക്കിത് പറയുന്നത് എനിക്ക് മാനസിക പ്രശ്നമുള്ള കേസാണ്. അത് അവരുടെ റൈറ്റ്സ് അല്ലേ, ഞാൻ എന്ത് പറയാനാ? എന്റെ കയ്യിൽ അതിന്റെ ഒരു റൈറ്റ്സ് ഇല്ലല്ലോ. ആ സിനിമയുമായി ബന്ധപ്പെട്ട് അതിൽ അഭിനയിച്ചു. ഞാൻ പറയുന്നത് എന്റെ കാര്യമാണ്. ഞാൻ അതുമായി സഫർ ചെയ്തിട്ടുള്ള എന്റെ പേഴ്സണൽ എന്റെ ജീവിതത്തിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്. നിങ്ങൾ അതിനെങ്ങനെ കാണുന്നു എന്ന് എനിക്കറിയില്ല. ഞാൻ എന്റെ ലൈഫിൽ നിന്നുകൊണ്ട് എനിക്കുണ്ടായ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അത് അവർ എഗ്രിമെന്റ് ഉണ്ട്. ഞാനിപ്പം ഞാനത് കൂടുതൽ പോകണമെന്നില്ല. ഇപ്പൊ എന്തായാലും എന്റെ ഒരു ക്ലിപ്പ് ഇട്ടല്ലോ, 5 ലക്ഷം രൂപ എനിക്ക് കിട്ടിയതുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതാ ഞാൻ അത് ചെയ്യേണ്ടത് അതല്ല, ആ എഗ്രിമെന്റാ പുറത്തു വിടേണ്ടത്. എന്തിന്?
കാരണം സോഷ്യൽ മീഡിയയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, എനിക്ക് ലിജോനോട് തോന്നിയിട്ടുള്ളത് സൗഹൃദമാണ്. അത് അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് എനിക്ക് തോന്നിയ സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് തോന്നിയതാണ്. ഈ ഒരു വിഷയത്തിന്റെ പേരില് ഞാൻ ഇനി വേറെ ഒരു സംസാരം പോലും ഇല്ല. ഇത് എന്തുകൊണ്ട് സംസാരിച്ചു വെച്ചാൽ ഇതൊരു സിനിമ ലാഭമായ ശേഷം വീണ്ടും പ്രതിപക്ഷത്തെ സംസാരിച്ചു അപ്പൊ മാത്രമേ ഞാൻ സംസാരിച്ചിട്ടുള്ളൂ. അവരെന്താ എങ്ങനെയാണ് എനിക്ക് ഒരു മറുപടി പോലും തന്നില്ല. അതുകൊണ്ട് മാത്രമാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. ചോദിച്ചോട്ടെ, ഒരു എഗ്രിമെന്റ് സിനിമ ഷൂട്ടിംഗ് തുടങ്ങുമ്പോൾ ഒരു എഗ്രിമെന്റ് ഉണ്ടല്ലോ, ആർട്ടിസ്റ്റിന്റെ എഗ്രിമെന്റ് ഉണ്ടല്ലോ, നിർമ്മാതാക്കളുടെ സംഘടന ഫോമിൽ എഗ്രിമെന്റ് ഉണ്ട്, ഒരു ആർട്ടിസ്റ്റിന്റെ തുകയും കാര്യങ്ങളും. അങ്ങനെ ഒരു എഗ്രിമെന്റ് ഉണ്ടെങ്കിൽ അത് ചോദിച്ചോട്ടെ സൈൻ ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഒരു എഗ്രിമെന്റ് ഉണ്ടായിട്ടില്ല എന്ന് ചോദിച്ചോട്ടെ ഉറപ്പിച്ച് പറയാൻ കഴിയും? അല്ലല്ല, ഞാൻ പറയട്ടെ, ഞാൻ ഈ ചർച്ച, അതായത് ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഇരുന്നിട്ട് പൈസയുടെ കണക്ക് സംസാരിക്കുന്ന ഒരു പരിപാടി ഇല്ല. ഞാൻ എന്നെ അറിയുന്നവർ മനസ്സിലാക്കും. ഞാൻ ഇവിടെ ഇരുന്നിട്ട് എനിക്ക് പൈസ കിട്ടിയില്ലോ അത് പറയാൻ വന്ന ഒരാളായിട്ട് കാണരുത്. കാരണം നിങ്ങള് ഞാൻ പറയുന്നത് ഇത് ഡിസ്കസ് ചെയ്യുന്ന പൊതുസമൂഹം ഈ ഇന്റർവ്യൂ മൊത്തമായിട്ട് കേൾക്കണം. കാരണം എന്റെ അന്ന് ഞാൻ അഭിനയിക്കുന്നത് എന്താണ് ഏതാണെന്നുള്ളത് അത് അവിടെ ഉണ്ട്, അത് അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള കാര്യമാണത്. ആ സമയത്ത് ഞാൻ ഇങ്ങനെ ഒരു സിനിമ ചെയ്യുന്നത് സൗഹൃദമാണ്. സൗഹൃദത്തിന്റെ പുറത്താണ് അങ്ങനെ ഒരു സിനിമ ചെയ്യാൻ പോകുന്നത്. ആ സൗഹൃദത്തിന്റെ പുറത്ത് പറഞ്ഞ കാര്യങ്ങളുണ്ട്. അതിൽ മാറ്റം വന്നപ്പോൾ ഞാൻ ചോദിച്ചു, ഞാനത് വിട്ടു. ഞാൻ അതിന്റെ പേരിൽ 1.5 മാസം മുമ്പ് വരെ ലിജുവായിട്ട് ഞാൻ കണ്ടിട്ടുള്ള ഒരാളാണ്. ഞാൻ അതിന്റെ പേരിൽ ഒരു പിണക്കമോ കാര്യങ്ങളോ ഞാൻ കാണിച്ചിട്ടില്ല. ഇത് ആ ഇന്റർവ്യൂവിൽ വരാനുള്ള കാരണം പൂർണ്ണമായിട്ടും എന്റെ മോളിൽ നിന്ന് കേട്ട ഒരു കാര്യം കേട്ട് കഴിഞ്ഞപ്പോ എനിക്കതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവള് സഫർ ചെയ്തേ പറ്റത്തുള്ളൂ. കാര്യങ്ങളിലെല്ലാം തന്നെ അവരോട് ചോദിച്ചു മറുപടി പറഞ്ഞില്ലെന്ന് പറഞ്ഞല്ലോ. അത് ഫോണിലൂടെയാണോ അതെയോ മെസ്സേജ് ആയിട്ടാണോ എങ്ങനെയാണോ അവര് നേരിട്ട് ചോദിച്ചിട്ടുണ്ട്? എന്നിട്ടും മറുപടി ഉണ്ടായി ഇല്ല. ഇതുമായി ബന്ധപ്പെട്ടവരോട് നേരിട്ട് സംസാരിച്ചിട്ടുണ്ട് ഞാൻ. അല്ല, ഇത് കത്തിക്കാനായിട്ടുള്ള ഉദ്ദേശമില്ല എനിക്ക്. ഇത് കത്തിക്കാനല്ല, ഞാൻ എന്റെ ഒരു റിപ്ലൈ പറയണതാണ്. ദയവേത് അങ്ങനെ എടുക്കണം. കാരണം എന്താ വെച്ചാല് ഞാനില്ല എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞില്ല, നേരത്തെ ഒരു ഇന്റർവ്യൂ കൊടുത്തു. ഞാനിപ്പോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എന്നെ കുറിച്ച് ഞാൻ കണ്ടുകൊണ്ടിരുന്ന പോസ്റ്ററുകൾ അതാ. അതായത് എന്നെ ആരും അഭിനന്ദിക്കാറുള്ളത് കരയുന്നൊരു പോസ്റ്ററാ, മൊത്തം ട്രോളും സാധനങ്ങളും. ഞാൻ അങ്ങനെ ഒരു കാര്യമേ സംസാരിച്ചിട്ടില്ല. കഴിഞ്ഞ 10-18 വർഷം ആര് പ്രോത്സാഹിപ്പിച്ചിട്ടാണ് ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റാണ് നടക്കുമ്പോൾ ഞാൻ എന്റെ ഒരു കരിയർ ഉണ്ടാക്കിയിരുന്നത്. എനിക്ക് പരാതി പറയാൻ പോലും ഒരാളുണ്ടായിരുന്നില്ല. ഏറ്റവും അടുത്ത സുഹൃത്താണ് ജോജുന്റെ ഏറ്റവും അടുത്ത ചമ്പൻ ഉൾപ്പെടെയാണ്. ഈ ചമ്പനോടൊക്കെ ഈ കാര്യങ്ങൾ സംസാരിച്ചു. ഞാൻ പറഞ്ഞില്ല, ഈ കാര്യത്തെ കുറിച്ചിട്ട് ഞാൻ ഒരാളുടെ പേരോ ഒരു കാര്യത്തിലോട്ടോ ഒന്നിലോട്ട് ഞാനില്ല. എന്റെ ഒരു എക്സ്പ്ലനേഷൻ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ടു പോവാ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് പല രീതിയിൽ. അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുത്തതാ. ചേട്ടാ ഒറ്റൊരു കാര്യം, അതായത് ചേട്ടൻ പറഞ്ഞല്ലോ പലതവണ സംസാരിച്ചു എന്ന് പറഞ്ഞല്ലോ, ഇത് ലിജോയ്ക്ക് അറിയാമായിരുന്നു ചേട്ടൻ സംസാരിച്ച കാര്യം? തീർച്ചയായിട്ടും അറിയാവുന്ന കാര്യമാണ്. എന്റെ അടുത്ത് ഇത്രേ ഉള്ളൂ. ഈ പൈസയുടെ ഞാൻ ആ കാര്യത്തിൽ പറയുന്നത്, എനിക്ക് ഇപ്പൊ ഞാനിതിൽ സഫർ ചെയ്തിട്ടുള്ള കാര്യങ്ങളെയൊക്കെ വലുതല്ല പണം. ഞാനും എന്റെ ഫാമിലിയും അതിന്റെ പേരിൽ വന്നിട്ടുള്ളത് അത് വലിയൊരു ടോർച്ചറിങ് അതിന്റെ പേരിൽ. കാരണം വെച്ചാൽ ഇപ്പൊ എങ്ങനെ പറയാം, എന്റെ ഫാമിലി അന്തരീക്ഷം എന്താണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല. അപ്പം അത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരാണ് എന്റെ ചുറ്റുപാടുള്ളത്. എന്റെ പോലെ അല്ല. അപ്പൊ ഞാൻ ചെയ്യുന്ന ഒരു കാര്യത്തിന് അവർ സഫർ ചെയ്തു. പക്ഷെ അത് ഞാൻ അന്ന് ചെയ്തത് ഇങ്ങനെയായിരുന്നു എന്നുള്ളതാണ് എന്റെ ഒരു എക്സ്പ്ലനേഷൻ. പൈസയുടെ കാര്യം ഒരിക്കലുമല്ല. എന്നെ വെറുതെ ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മതിയായിരുന്നു. ഒരാള് വിളിച്ചിട്ട് എന്റെ അടുത്ത് ഏതാ അല്ല, ഇത് വേറെ ലെവലിലാണ്. ഞാൻ അവരായിട്ടുള്ള അപ്പൊ അത് എനിക്ക് സൗഹൃദം ഉണ്ടായിരുന്നു, അവർക്കാർക്കും എന്നോട് സൗഹൃദം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഇപ്പോൾ എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ വന്നത്. പക്ഷെ എനിക്കുള്ള സൗഹൃദം എന്ന് പറഞ്ഞാൽ എന്റെ സൗഹൃദം തന്നെയാണ്. ഒരാൾ വിളിച്ചിട്ടില്ല. ഒരാൾ എന്റെ അടുത്ത് വിളിച്ചിട്ട് ഈ വിഷയമായിട്ട് നടന്നിട്ട് ഞാൻ ലിജോനെ വിളിച്ചിട്ടില്ല. ലിജോ ഡയറക്ടറാണ്. ലിജോനെ ഞാൻ ഇതില് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡ്യൂസറായിട്ട് ഞാൻ കണ്ടിരുന്നില്ല എന്നുള്ളത് വേറൊരു കാര്യം. ആക്ച്വലി ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് പ്രൊഡ്യൂസർ സൈഡിൽ നിന്നുള്ള ആൾക്കാരായിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ലിജോ ആണ് ഇത് ഈ കാര്യം പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നു, തീർച്ചയായിട്ടും നിങ്ങൾ ആ എഗ്രിമെന്റ് പുറത്തു വിടണം. ഞാൻ എഴുതി ഒപ്പിട്ട് വന്നിട്ടുള്ള ഇത്ര രൂപയ്ക്ക് അഭിനയിച്ചോളാമെന്നും ഇത്ര ദിവസമാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് വളരെ ക്ലാരിറ്റിയിൽ എഴുതിയിട്ടുണ്ട് അതിൽ. അത് വിടണം. അതാണോ അതിന്റെ സത്യാവസ്ഥ എന്നുള്ളത് പറയണം. അതല്ലാതെ ഒരു പേപ്പർ വിട്ടിട്ട് അത് ഓക്കെ, എനിക്ക് കിട്ടേണ്ട പണി കിട്ടിയിട്ട് ഞാൻ വാങ്ങിച്ചുകൊണ്ട് പോവാന്നുള്ളത് എനിക്ക് പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ എക്സ്പ്ലനേഷൻ പറഞ്ഞു. അത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഗസ്റ്റ് റോൾ ആയിട്ട്? അങ്ങനെ എങ്ങനെ ഗസ്റ്റ് റോൾ ആവും? ആ സിനിമയുടെ തുടക്കം മുതൽ ഒരു ക്യാരക്ടറിനെ അന്വേഷിച്ചു വരുന്നു. അല്ലെങ്കിൽ ഞാൻ ഇതിനെ പോയി അഭിനയിക്കേണ്ട കാര്യം? ഒരു ഗസ്റ്റ് റോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങനെ ഗസ്റ്റ് റോൾ അല്ല, അത് മെയിൻ ക്യാരക്ടറാ.
ആ സിനിമയിലെ താങ്കൾ കുറെ സുഹൃത്തുക്കൾ അഭിനയിച്ചിട്ടുണ്ട്, അവരും സമാനമായ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരെ തെറ്റിദ്ധരിപ്പിച്ചു എന്നാണോ? അല്ല, അതിലെന്താന്ന് വെച്ചാല് എനിക്ക് മനസ്സിലായ കാര്യം അതിലേറ്റവും ബെസ്റ്റായിട്ട് തെറി പറഞ്ഞ് ഞാനാണെന്നാണ് എല്ലാവരും പറഞ്ഞത്. അപ്പോ കിട്ടിയപ്പോ അപ്രീസിയേഷനും കിട്ടി, അതിന്റെ കൂടെ നല്ല കുറച്ച് കാര്യങ്ങളും കിട്ടി. ഇത് തീർച്ചയായിട്ടും ഇത് പൈസയുടെ പേരിൽ പൈസ കിട്ടിയില്ല എന്ന് ഞാൻ പറഞ്ഞത് പൈസ കിട്ടാത്തതുകൊണ്ട് തന്നെ പറഞ്ഞതാണ്. അതിപ്പോഴും പറയുന്നു. ഇനി അതിന്റെ പേരിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ എഗ്രിമെന്റ് പുറത്തു വരണം. ഇങ്ങനെയൊക്കെ പോക്കെടുത്തരം ഞാൻ ഇത്ര പൈസക്ക് സമ്മതിച്ച് വന്നിട്ട് അവനിപ്പോ മാറ്റി പറയുന്നതാണെങ്കിൽ അത് അതനുസരിച്ചിട്ട് ഇറക്കി വിടണം. അതാണ് എനിക്ക് പറയാനുള്ളത്. എഗ്രിമെന്റ് പ്രോപ്പറായിട്ട് ഇറക്കി വിടണം. അങ്ങനെയൊന്നുമല്ല. പക്ഷെ ഇതിപ്പോ ഞാൻ ഇത്രയും സഫർ ചെയ്ത് ഇപ്പോഴും ഞാൻ തന്നെ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു കാര്യത്തിന്റെ പേരിൽ. അതൊന്നും എനിക്ക് സത്യമായിട്ട് ഓർക്കണില്ല. അത് ഗസ്റ്റ് 3 ദിവസമൊന്നും ഒരിക്കലും അല്ല. അല്ല, എനിക്ക് 3 ദിവസം അല്ല, 3 ദിവസം അല്ല. നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ അങ്ങനെ വിശ്വസിച്ചോളൂ. എല്ലാവരുടെ 3 ദിവസം അല്ല. അല്ലല്ല, അദ്ദേഹത്തിനോട് പറഞ്ഞത് ഞാൻ. അദ്ദേഹം വളരെ ശുഷ്കാന്തോടുകൂടി കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. താങ്ക് യു. ഞാൻ എന്റെ ഒരു കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടി വന്ന എല്ലാവരോടും നന്ദി. കുറച്ച് നാളായിട്ട് ഞാൻ ഇങ്ങനെ ഈ വക കാര്യങ്ങളിൽ ഇടപെട്ട് പോയിക്കൊണ്ടിരിക്കുക. പറയാ പ്രശ്നം ഉണ്ടാവും, ഉത്തരം പറയാനുള്ളത്. ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത് പറഞ്ഞതാണ് എന്റെ ഒരു വിശ്വാസം. ക്ലാരിറ്റി ആയിട്ടുണ്ടല്ലോ അല്ലേ? ഇപ്പം ഈ ഇന്റർവ്യൂവിന് ശേഷം LGP ആയിട്ട് ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു, അല്ലെങ്കിൽ ഞാൻ എങ്ങനെ ബന്ധപ്പെടണേ? അല്ലെ സൗഹൃദം തുടരണമെന്ന് ചേട്ടൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ ചേട്ടന് LGP ആയിട്ടുള്ളൊരു സൗഹൃദം ഇനിയും തുടരണം ചേട്ടൻ തന്നെ ഓൾറെഡി പറഞ്ഞു ഒരു ശത്രുവായിട്ട് കാണാൻ താല്പര്യപ്പെടുന്നില്ല. അല്ല, എന്റെ ശത്രുവല്ല. ഇതിലിപ്പോ അവരൊരു കാര്യം പറഞ്ഞു, ഞാൻ എന്റെ കാര്യം പറയണം. അപ്പൊ ആ കാര്യം പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി എന്നോട് സൗഹൃദം ഇല്ല എന്നുള്ളത്. മനസ്സിലായോ? എന്നോട് സൗഹൃദം ഉണ്ടെങ്കിൽ ആ പോസ്റ്റ് ഇല്ല. എന്റെ യാഥാർത്ഥ്യം എന്താന്നുള്ളത് എനിക്കറിയാം കൃത്യമായിട്ട്. പൈസയുടെ കണക്കുകൾ പറയുന്നില്ല. പൈസയുടെ കണക്ക് പറയണ്ട. അഭിനയിച്ച ദിവസം എന്നുള്ള ആ സിനിമയിലെ ഗസ്റ്റ് റോൾ അല്ല എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അല്ല, ഞാൻ എപ്പോഴും എന്റെ ശമ്പളം പറയാൻ ഞാൻ അപ്പൊ വാങ്ങണ പൈസ എത്രയാണോ അത്ര വാങ്ങണം. അതാണ് എന്റെ ശമ്പളം. ഞാൻ അപ്പൊ അല്ല, ഞാൻ വെച്ചല്ലേ നിങ്ങള് വെറുതെ ഒന്ന് അന്വേഷിച്ച് നോക്കുക. അത് പൈസയുടെ കണക്ക് പറയാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് പറയാത്ത. ജോസഫിനും പൊറിഞ്ഞൂരിന് ശേഷം എനിക്ക് എന്റെ ഒരു സാലറി എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്ന 5 ലക്ഷം രൂപയല്ല. അത് എത്ര ആയിക്കോട്ടെ. ഒരു സംശയം, ആദ്യം അവർ 5 പറയുന്നു, പിന്നീട് സിനിമ സക്സസ്ഫുൾ ആയതിനു ശേഷം അങ്ങനെയാണ്. അയ്യേ, അങ്ങനെയൊന്നുമില്ല. ഞാൻ അങ്ങനെ ഒരു പരിപാടിയില്ല. പറഞ്ഞ വാക്കിൽ നിന്ന് മാറുന്ന ഒരു പരിപാടി. ജോജി പോസ്റ്റ് കാണുമ്പോൾ നമുക്കൊരു തോന്നുന്ന സംശയം. ഷൂട്ടുണ്ട്. ഞാൻ അതായത് 3 ദിവസം എന്നാണ് ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ പോസ്റ്റിലുള്ളത്. അതിലിട്ടിരിക്കുന്ന സാലറി എമൗണ്ട് 90,000 രൂപ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും സംശയം തോന്നും, ഈ നിർമ്മാതാക്കളൊക്കെ ഇത്ര വലിയ പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ ഒരു നടൻ വന്ന് 3 ദിവസം അഭിനയിച്ചതിന് 6 ലക്ഷം രൂപയോളം സാലറി മേടിച്ചു പോകുമോ എന്നുള്ളതാണ്. അല്ല, ഞാൻ പറഞ്ഞതെന്ന് വെച്ചാലേ ഇതിപ്പോ ഒരു നടന്റെ സാലറി എന്ന് പറഞ്ഞാൽ അയാൾ അവസാനം വാങ്ങുന്ന ഒരു സാലറി ഒക്കെയാണ്. അതിനൊരു എഗ്രിമെന്റ് ഉണ്ടാവല്ലോ. ഇതൊക്കെ പറഞ്ഞത് സത്യമാണെങ്കിൽ ഒരു എഗ്രിമെന്റ് വേണ്ടേ? അല്ലേ? ഇപ്പൊ ഒരു വെറുതെ 5 ലക്ഷം രൂപ പോസ്റ്റ് ഇട്ടിട്ട് ഇതാണ്. എനിക്ക് അത് മാത്രമേ ആ പൈസയുടെ കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഞാൻ എല്ലാം പറഞ്ഞു എന്നാണ് എന്റെ വിശ്വാസം. അതായത് ഇനി കൂടുതൽ എനിക്ക് വൈകി. അതുകൊണ്ടാണ് ഇത് കൂടുതൽ കൊളവാക്കാനില്ല. കാരണം ഇത് നിങ്ങള് ഷോ ഓഫ് അല്ല. നമുക്ക് മുന്നോട്ട് എനിക്ക് പോണം, അത്രേ ഉള്ളൂ. അതിനുവേണ്ടി എന്റെ ഒരു ക്ലാരിഫിക്കേഷൻ നല്ല രീതിയിൽ നിങ്ങൾ അത് എടുക്കണം പ്ലീസ്.